കലോത്സവം ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഫോറിനേഴ്സൊക്കെ നമ്മളിവരെ ഇൻ്റർവ്യൂ എടുക്കുന്നതും കാണുന്നതും ഒക്കെ നോക്കി കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മൊത്തത്തിലൊരു ആഘോഷമാണ് തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. കലോത്സവ വേദികളിൽ നിന്നും റിസൾട്ട് വന്നവരും അതുപോലെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ കൂടെയുള്ളത് റിസൾട്ട് അറിഞ്ഞ് എ ഗ്രേഡ് നേടി സന്തോഷവാനായിട്ടിരിക്കുന്ന ഒരാളാണ് കൃഷ്ണസായി. കൃഷ്ണസായി മൃദംഗ മത്സരം കഴിഞ്ഞിട്ട് മൃദംഗ വായനയൊക്കെ കഴിഞ്ഞ് എ ഗ്രേഡ് നേടിയതിൻ്റെ ഒരു ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലേ? അതെ. അപ്പൊ സമാധാനമായിട്ട് ഇപ്പൊ കലോത്സവം കണ്ടോണ്ടിരിക്കുകയാണ്. അതെ. മൃദംഗം മത്സരം എങ്ങനെയുണ്ടായിരുന്നു പൊതുവില്? നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കൃഷ്ണസായി ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? കലോത്സവത്തിൽ ഞാൻ 8 മുതൽ പങ്കെടുക്കുന്നുണ്ട്. സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ആഹാ, സ്റ്റേറ്റിൽ വരികയും ചെയ്തു. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. എ ഗ്രേഡ് നേടിയതിന്റെ ഒരു സന്തോഷമുണ്ട് അല്ലേ? അതെ. അമ്മയുണ്ട്, അച്ഛനും ഉണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട്. പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണല്ലേ? മൃദംഗ ഗുരു ആരാണ്? എൻ്റെ അച്ഛൻ തന്നെയാണ്. ആ, അച്ഛൻ്റെ പേര് പറയോ? പാലക്കാട് KS മഹേഷ് കുമാർ, കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് മൃദംഗത്തിൽ. ആഹാ, അപ്പൊ അച്ഛൻ കാണാൻ വരാൻ പറ്റിയില്ലേ? അച്ഛന് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കലോത്സവ മത്സരം കാണാൻ. ഓക്കെ, ഇപ്പൊ അമ്മയുടെ കൂടെയാണ് കൃഷ്ണസായി വന്നിട്ടുള്ളത്. നമ്മൾ കലോത്സവത്തിന് ഇങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ വരിക എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ അച്ഛൻ്റെ വക? ആ, പിന്നെ 10 ആയതുകൊണ്ട് കുറച്ച് പരീക്ഷയുടെ കുറച്ച് ടെൻഷൻ തിരക്കും അതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ പഠിച്ചെടുത്ത് വന്നതാണ്. അതെ. നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട് മൃദംഗം? 5 വയസ്സ് മുതലൊക്കെ പഠിച്ചു തുടങ്ങി. ആ, കൃഷ്ണസായിയുടെ അച്ഛൻ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരു ആണ് അല്ലേ? കുറേ പേർക്ക്, കുറേ കുട്ടികൾക്ക് മൃദംഗം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. അതിൽ മകനെയും പഠിപ്പിക്കുന്നുണ്ട്. മകൻ ദാ സ്റ്റേറ്റ് ലെവലിൽ. അതെ. അച്ഛൻ്റെ പേര് ഫുൾ നെയിം പറയോ? ഒന്നും കൂടെ പറയോ? പാലക്കാട് KS മഹേഷ് കുമാർ. പല സ്ഥലങ്ങളിൽ കച്ചേരികളൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ആളാണ്. അപ്പൊ എന്തായാലും അച്ഛൻ്റെ മകൻ നമ്മൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തു, എ ഗ്രേഡ് നേടി. അതിൻ്റെ ഒരു സന്തോഷം അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മൃദംഗ വായന നമുക്കൊന്ന് കേൾക്കണമെന്നുണ്ടല്ലോ. വായിക്കാം. ഓക്കെ. അച്ഛൻ്റെ കൂടെ വായിക്കാറുണ്ടോ മൃദംഗം? ഇല്ല, അങ്ങനെ തുടങ്ങിയിട്ടില്ല അല്ലേ? ഓക്കെ. ഏത് സ്കൂളിലാ സായി പഠിക്കണേ? 10ാം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാ? KVRHS ഷൊർണൂരാണ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിലാണ്. നമ്മൾ ഹൈസ്കൂൾ വിഭാഗം അവിടെ കഴിയാണ് അല്ലേ? ഇനി ഹയർ സെക്കൻഡറി ലെവലിലാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് മൊത്തത്തിൽ കലോത്സവ അനുഭവം? നമ്മളിങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ കലോത്സവത്തിൽ ആദ്യമായിട്ട് വരികയല്ലേ? അപ്പൊ അതിന്റെ ഒരു എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ? നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. പിന്നെ തൃശ്ശൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം കൂടിയാണ്. അപ്പൊ തൃശ്ശൂർ അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണല്ലേ? ഇന്ന് തന്നെ പോവോ നാട്ടിലേക്ക്? അന്ന് തന്നെ പോകും. അപ്പൊ അതുവരെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കണ്ട് എൻജോയ് ചെയ്യണം. അപ്പൊ എന്തായാലും അടിപൊളി ആവട്ടെ കലോത്സവം. എന്തായാലും നമുക്ക് ഹാപ്പിയാണ് നമ്മൾ ഇപ്രാവശ്യം. അടുത്ത പ്രാവശ്യം ഇനി വീണ്ടും വരണം അല്ലേ? അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാജുലേഷൻസ്. നമ്മൾ എ ഗ്രേഡ് ഒക്കെ നേടി നല്ല പ്രൗഡായിട്ട് പോവാണ്. സ്കൂളിലൊരു താരമാണല്ലേ? അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.